എന്നാണ് ഇരുട്ടുകാര് പറയുന്നത്. അത് അന്ധവിശ്വാസമാണ്, അത് അന്ധവിശ്വാസമാണ്. ഞാനതിനിതേവരെ സമ്മതിച്ചിട്ടില്ല, കന്യാബലിദാനത്തിന് സമ്മതിച്ചിട്ടില്ല. അതുകൊണ്ട് ഇത് കരകവിഞ്ഞിടുകയാണ്. ഉമറേ, കന്യക ബലി കൊടുത്താലല്ലാതെ ഇതണങ്ങില്ലെന്ന് ഇവര് പറയുകയാ. അതുകൊണ്ട് ഉമറേ, കാലത്തിന്റെ ഉമറേ, ചരിത്രത്തിന്റെ കമറേ, എന്തെങ്കിലും ഒരു പോംവഴി പറയുക. എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, അറേബ്യയുടെ ഭരണാധികാരി ഈത്തപ്പന മരത്തിന്റെ ഓല കയ്യിലെടുത്തു ഒരു കത്തെഴുതാൻ തുടങ്ങുകയാണ്. മിൻ അബ്ദില്ലാഹി ഉമറ ഇലാ നൈലി മിസ്റ. അല്ലാഹുവിന്റെ അടിമയായ ഉമർ നൈലിലെ മിസ്രിലെ നൈലിൽ നിന്ന് കത്താണിത്. ഒരു മനുഷ്യൻ നദിക്ക് കത്തെഴുതി, ഒരു മനുഷ്യൻ നദിക്ക് കത്തെഴുതി. ആ ഈത്തപ്പന ഓല കലറിയടിക്കുന്ന നൈലിലേക്ക് വലിച്ചെറിഞ്ഞപ്പോ പരാവാരം പോലെ തല തല്ലി ആ തെളിഞ്ഞ നൈല് ഒരു പൂച്ചക്കുട്ടിയെ പോലെ അടങ്ങി നിന്നത്തെ ഒരു മനുഷ്യന്റെ കടലാസ് കശനത്തിന്റെ മുമ്പിൽ വെള്ളപ്പൊക്കത്തെ പോലും ആഞ്ഞടിക്കുന്ന തിരമാലകളെ ഒരു തീവ്രതരം കടലാസ് കൊണ്ട് അടക്കി പിടിക്കാൻ കഴിഞ്ഞ അത്ഭുതം ചെയ്ത മഹാനാരാ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ആ മഹാനാരെന്നറിയോ? നമുക്കുമാകാൻ കഴിയും. മുല്ലപ്പെരിയാർ ഡാം എന്തേ നിങ്ങൾ കടക്കുന്നില്ല? 3 മാസം മുമ്പ് മഴ തിമിർച്ചു പെയ്തപ്പോ, 24 മണിക്കൂർ നിലക്കാത്ത മഴ പെയ്തപ്പോ കേരളത്തിലെ നെടുമ്പാശ്ശേരി എയർപോർട്ട് അടച്ചിട്ടു. അത്ര 24 മണിക്കൂർ ഫ്ലൈറ്റുകൾ പിന്നെ ചാർട്ട് ചെയ്തില്ല. അത്രേ 24 മണിക്കൂർ വെള്ളം കയറുമ്പോ ഈ നഗരം മുഴുവൻ വെള്ളത്തിന്റെ അടിയിലാകുമ്പോ പൊന്നുമോനെ, പൊങ്ങി വരുന്ന ജനത്തിനോട് നിൽക്ക എന്ന് പറഞ്ഞാൽ പറ്റിപ്പോകാൻ കഴിയുന്ന അത്ഭുത കർമ്മം നിർവഹിക്കാൻ എനിക്കും നിനക്കും കഴിയും. ഒരു മഹാനാവാൻ എനിക്കും നിനക്കും കഴിയും. അല്ലാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമീൻ പറയ് മനുഷ്യന്മാരെ. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. എന്റെ മമ്പുറത്തെ തങ്ങൾക്ക് മാത്രമല്ല കുട്ടിയെ, വെളിയങ്കോട് ഉമർക്കാവിക്ക് മാത്രമല്ല കുട്ടിയെ, നമുക്കും മഹാനാവാൻ കഴിയും. പക്ഷേ ആ മഹാന്മാരെ പോലെ ജീവിക്കാൻ കഴിയണം. അല്ലാഹു ആക്കി തരട്ടെ. ആമീൻ പറയ് മനുഷ്യന്മാരെ. എന്തില്ല അള്ളാഹു പുതിയ ആദ്യം മഹാനാരാന്നറിയണ്ടേ, എന്നിട്ടല്ലേ ആരും കാണാത്ത മഹാൻ പറയാൻ പറ്റൂ? ഇതങ്ങോട്ട് പെട്ടെന്നങ്ങോട്ട് നാരങ്ങാ മിഠായി മേടിച്ചിട്ട് വായിലിട്ട മാതിരി ഇത് അലിയണ സാധനമല്ല. ഇത് ഖുർആന്റെ നിഗൂഢതയാണ്. അള്ളാഹു അതിലേക്ക് പോകാൻ തൗഫീഖ് നൽകട്ടെ. ഞാനെല്ലാം മാറ്റി 2 മണിക്കൂർ കഴിഞ്ഞ് ഇറങ്ങുമ്പോ ഇവിടെ നിന്ന് കയ്യിൽ പിടിച്ചോണ്ട് പോകാൻ എന്തെങ്കിലും ഉണ്ടാവും. വെറും ഒരു ആസ്വാദനമല്ല, നമുക്ക് മഹാനാവാൻ കഴിയും. ഉമർ ഖാദി റളിയല്ലാഹു തആല അൻഹു നമ്മൾ മഹാനുകൾ തമ്മിൽ എന്താ വ്യത്യാസമുള്ളത്? ഒരു മനുഷ്യൻ എന്ന കാര്യത്തിൽ, ഭാര്യയും മക്കളുമുണ്ട് എന്ന കാര്യത്തിൽ എന്ത് വ്യത്യാസമാണ് അവരും നമ്മളും തമ്മിലുള്ളത്? ഒരൊറ്റ വ്യത്യാസമുള്ളൂ, അവര് മഹാന്മാരായി, നമ്മൾ നാരദന്മാരായി. ഒരൊറ്റ വ്യത്യാസമുള്ളൂ, നമുക്ക് മഹാനാവാൻ കഴിയും. ഒരൊറ്റ കാര്യം ചെയ്താൽ മതി. ഞാൻ പറഞ്ഞ രജയോ, കുട്ടി ഇവിടെ ഇരുന്നിട്ട്, ഇവിടെ നോക്കണ ചങ്ങാതി, ഇവിടെ ഇരുന്നിട്ട് ആകാശത്ത് നടക്കുന്ന രഹസ്യങ്ങൾ പറയാൻ നിന്നെ കൊണ്ട് പറ്റും. ഞാൻ ഇത് വെറുതെ പറയണല്ല, ചുമ്മാ അവർക്ക് എന്തെങ്കിലും വാചകം പഠിക്കണല്ല. ഇവിടെ ഇരുന്നിട്ട് ഇവിടെ ഇരുന്നിട്ട് 7 ആകാശത്തിന് അപ്പുറത്ത് ഇപ്പോ നടന്നുകൊണ്ടിരിക്കുന്ന കാര്യമാണ് ഇവിടെ ഇരുന്നിട്ട് പറയാൻ നിന്നെ കൊണ്ട് പറ്റും. ഉറപ്പ്, ഒരു സംശയവും വേണ്ട. പക്ഷെ ഒരൊറ്റ നിബന്ധന ഞാൻ പറഞ്ഞ ചെയ്യൂ. ഉറക്കപ്പറ. എന്തിട്ടിരിപ്പ ചങ്ങാതി ഇരിക്കണത്? എന്തിട്ടാ മാഷ ഇത് ഇങ്ങനെ ഇരിക്കണേ? എന്നെ ഇപ്രാവശ്യം തുടങ്ങാൻ ഏൽപ്പിച്ചിരിക്കുകയാണ്. ഇതിനൊന്ന് ചാലുവാക്കി ഞാൻ ചാർജ് ചെയ്തുകൊണ്ടു. പിന്നെ ബാക്കിയുള്ളവർക്ക് എളുപ്പമായല്ലോ. ഈ ചാർജ് ചെയ്യുന്ന ജോലി എന്റെ. ഈ ട്രെയിൻ സ്റ്റാർട്ട് ചെയ്യണമെങ്കിൽ 30 ലിറ്റർ ഡീസൽ വേണം. അതുകൊണ്ട് സ്റ്റാർട്ട് ചെയ്തുകൊണ്ട് പോയാൽ പിന്നെ 5 ലിറ്റർ മതി. ഈ 30 ലിറ്ററിന്റെ ജോലിയൊക്കെ എനിക്ക് ഇതൊന്ന് ചാർജ് ചെയ്ത് കൊണ്ടുവരും. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ഒരു പുതിയ അറിവാണ്. നിങ്ങളുടെ അവസാനം വരെ ഇരിക്കൂ. 2 പാർട്ടാണ് ഈ വിഷയം. ഒരു പാട്ട് ഇന്ന് ഞാൻ നിർത്തി, നാളെ അവിടെ നിന്ന് വീണ്ടും തുടങ്ങും. 2 പാർട്ടാണ്. 2 ദിവസം വരാത്തവന് ഒരു ചുക്കും മനസ്സിലാവത്തില്ല. അവിടെ 2 ദിവസം വരാന്നുള്ളവർ മാത്രം ഇപ്പൊ ഇരുന്നാൽ ഇത് എഴുന്നേറ്റുള്ളൂ. കാരണം അതുകൊണ്ട് കഥയില്ല. മണ്ണറയും മണിയറയും പറഞ്ഞ മാതിരിയില്ല. ഇത് അടുത്ത അതിനേക്കാളും വലിയ അറയായി പറയാൻ പോകുന്നത്. ഒരൊറ്റ നിബന്ധന ചെയ്യോ. എനിക്കും നിനക്കും ഇവിടെ ഇരുന്നിട്ട് ഡോക്ടറിന് രോഗി വരുമ്പോ സ്കാനൊന്നും ചെയ്യണ്ട, ഇങ്ങനെ നോക്കിയിട്ട് പറയും.
സ്കാനൊന്നും ചെയ്യണ്ട, അടുത്തു വന്നിരുന്നാൽ അവന്റെ ഉള്ളിലുള്ള രഹസ്യം മുഴുവനും കണ്ണുകൊണ്ട് നോക്കിയിട്ട് പോകും. ഒരേ ഒരു നിബന്ധന മാത്രം, ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ, അള്ളാഹുവിന്റെ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുകയാണ്, ലൗലാ അന്ന ശയാതീന യഹൂമൂന അലാ ഖുലൂബി ബനി ആദം ലനദറു ഇലാ മലകൂതി സമാ. ലൗലാ അന്ന ശയാതീന, ഏതു മനുഷ്യന്റെ പെണ്ണാണോ എന്റെ അകലാള പെണ്ണുങ്ങളെ, നിനക്കൊരു നബീസത്തുൽ മിസ്രിയാവാൻ കഴിയും, നിനക്ക് മറ്റൊരു റാബിയത്തിൽ അദവിയാവാൻ കഴിയും, നിനക്കൊരു മുനമ്പത്ത് ബീവിയാവാൻ കഴിയും. എപ്പോഴാ? ലൗലാ അന്ന ശയാതീന യഹൂമൂന അലാ ഖുലൂബി ബനി ആദം, ആദമിന്റെ മക്കൾ എന്നാണോ അവന്റെ ഹൃദയത്തിലിരിക്കുന്ന ഇബ്ലീസിനെ പിടിച്ചിട്ട് വെളിയിലാക്കുക. എപ്പോഴാണോ ഹൃദയത്തിന്റെ ഉള്ളിൽ നിന്ന്, നിന്റെ ഹൃദയത്തിന്റെ ഉള്ളിൽ നിന്ന് ഈ പിശാചിനെ പിടിച്ചു വലിച്ചിറക്കി വെളിയിൽ കളയുന്നതെപ്പോഴാണോ ആ സമയത്തിൽ നളറൂ ഇലാ മലകൂതി സമാ, ഈ ഭൂമിയിലിരുന്നു കൊണ്ട് ആകാശത്തിന്റെ രഹസ്യം പറയാ നിനക്ക് കഴിയുമെന്നാരാ പറഞ്ഞത്? ഇതേവരെ കള്ളം പറയാട്ട അത്ഭുതങ്ങളുടെ മഹാത്മാവേ, ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ ബാബിലോണിയുടെ നഗരത്തിലിരുന്നിട്ട് ഇബ്രാഹിം നബി 7ാം ലോകത്തിന്റെ രഹസ്യം പറഞ്ഞതുപോലെ, വകദാലിക നുരീ ഇബ്രാഹീമ മലകൂത സമാവാതി വൽ അർളി ലിയകൂന മിനൽ മൂഖിനീൻ. ബാബിലോണിയ നഗരത്തിന്റെ മധ്യത്തിലിരുന്നു കൊണ്ട് 7ആകാശത്തിന്റെ അപ്പുറത്തിരുന്ന രഹസ്യം മുഴുവൻ ഇബ്രാഹിം നബി പറഞ്ഞതുപോലെ അഹമ്മദ് കബീറിനും അബ്ദുൽ ഖാദറിനും ഉമർ മുസ്ലിയാർക്കുമൊക്കെ പറയാൻ കഴിയും, ഈ രഹസ്യങ്ങൾ പറയാൻ കഴിയും. പക്ഷേ ഒരൊറ്റ നിബന്ധനയെ ഉള്ളു ചെറുപ്പക്കാരാ, ലൗലാ അന്ന ശയാതീന യഹൂമൂന അലാ ഖുലൂബി ബനി ആദം, ഈ